ഗൈസ് ഡേ 4 ആണ് ഇന്ന് 4ാമത്തെ ദിവസമാണ് ഞാൻ വന്നിട്ട്. നമ്മൾ വി ട്രേഡേഴ്സിൽ വന്നിരിക്കുകയാണ് ഗൈസ്. എൻ്റെ ക്യാമറ, ലെൻസ് തുടങ്ങിയ സാധനങ്ങളൊക്കെ ഞാൻ ഇവിടെ നിന്നാണ് മേടിക്കുന്നത്. നമ്മുടെ വി ട്രേഡേഴ്സ്. എൻ്റെ കാശ് എപ്പോഴും എടുത്തുകൊണ്ട് പോകുന്ന അക്കൗണ്ടൻറ്റ്. നമ്മളപ്പം ഇതായിരിക്കണം. സനിയുടെ ബർത്ത്ഡേ ആണ് കേട്ടോ നാളെ. ഹാപ്പി ബർത്ത്ഡേ സനി. താങ്ക് യു. യെസ്. എന്തോ എനിക്ക് കനത്തിൽ വാങ്ങിച്ചു തരാൻ വേണ്ടി കൊണ്ടുവന്നു. ഇല്ല, കനത്തിലൊന്നല്ല, എന്തെങ്കിലും ചെറുത്. അപ്പോൾ എന്തിനാണെങ്കിൽ നമ്മൾ ഫ്ലാഷ് നോക്കുന്നുണ്ട്, വേറെ എന്തെങ്കിലും വൈഡ് ലെൻസ് ഒക്കെ നോക്കുന്നുണ്ട്. എന്നിട്ട് ഇതായിരിക്കണം ഡോൺ ബ്രോ. പേര് ഡോൺ ആയതുകൊണ്ടാണെന്ന് പറഞ്ഞു. ഭയങ്കര താടിയൊക്കെ വെച്ച്. അതെ, നമുക്ക് എന്തെങ്കിലുമൊക്കെ ഫ്രീ ആയിട്ടൊക്കെ കഥ നിറച്ച സാധനങ്ങളാണ്. പക്ഷെ നമുക്കൊന്നും ഫ്രീ ആയിട്ട് തരില്ല ഗൈസ്. ഭയങ്കര കോമഡി ടീംസാണ് ഇവര്. അപ്പം നിങ്ങൾക്ക് ക്യാമറ സാധനങ്ങളൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ കം ഹിയർ. ക്യാമറ, മൈക്ക്, എൻ്റെ എല്ലാ സാധനങ്ങളും ഇവിടുന്നാണ്. എൻ്റെ DJI ക്യാമറ, എൻ്റെ ലൈറ്റ് തുടങ്ങിയ സാധനങ്ങളൊക്കെ. സോ എന്തായാലും സനിക്കുള്ള ഗിഫ്റ്റ് നമുക്ക് കാണാം കൊടുക്കുമ്പോൾ. ഗൈസ്, ഒരു ലൈറ്റിൻ്റെ പേരാണ് മോളൂസ് G60 എന്ന്. മോനൂസ് ഇല്ല എന്തോണ്, മോളൂസ് മാത്രമേ ഉള്ളൂ. നല്ല ചളിയായിരുന്നു, എന്നാലും കൊള്ളാം, കുഴപ്പമില്ല. ഇതൊരെണ്ണം മേടിച്ചാലോ എന്ന് ഞാൻ ആലോചിക്കണം, ദുബായ് പോകുമ്പോൾ കൊണ്ടുപോകാൻ. ലെറ്റ്സ് സീ. അപ്പോൾ ബൈ ദ വൈ ഗൈസ്, Insta360 ഒരു റിഫ്രഷ് വരുന്നുണ്ട്. X3 ആണ് ഇപ്പോൾ ഈ കാണുന്നത്, പക്ഷേ X4 വരുന്നുണ്ട്. 8K വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ വെച്ച് വരുന്നത്. സോ ഇനി തൊട്ട് എല്ലാവരും അത് മേടിക്കാനാണ് ഞാൻ പറയുന്നത്. ഇത് ഓണാവൂലടേ. അത് ശരി, ചത്ത. ഓ ഗൈസ്, നമ്മുടെ പഴയ കൊട ഫ്ലാഷ് സംഭവം. പക്ഷേ അത്യാവശ്യം ഏതിന്റെ ഇത് യൂസ് ചെയ്യണ കണ്ടായിരുന്നു, രസമുണ്ട്. കൊട ഫ്ലാഷ് പഴയ. നിങ്ങൾക്കൊക്കെ ഇത് ഓർമ്മയുണ്ടോന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ പണ്ട്, അതായത് ഈ ഇങ്ങനത്തെ ഫ്ലാഷിൽ ആ ബൾബ് അടിച്ചു ഒറ്റ ഫ്ലാഷ് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ട് വേറെ ബൾബ് ഇടണം. പക്ഷെ ഇത് അതല്ല, ഇത് വേറെ ഒരു കൂടിയ സാധനം. കൊള്ളാം, നല്ല രസമുണ്ട്. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡിയർ സനി, ഹാപ്പി ബർത്ത്ഡേ ടു യു. തുറന്നു വയ്ക്കോ. അതെടുക്കണ്ട, അവിടെ വെച്ചാൽ മതി. അത് കഷ്ടപ്പെട്ട് ഒട്ടിച്ച ആളെ ബഹുമാനിക്കാനാണ് കേട്ടോ. നമ്മളൊക്കെ ആണെങ്കിൽ വലിച്ചു പൂച്ച് കീറിയനെ. സനി കുറെ നാളായിട്ട് ആഗ്രഹിച്ച ലെൻസാണ് ഗൈസ്. ദിസ് ഈസ് 24-105. Oh my god. Yeah. Oh, thanks. It's okay. അപ്പോൾ അതാണ്. അപ്പോൾ ഇനി മറ്റേത് വേണ്ടല്ലേ, 24-34 ഒന്നും. അത് മതി. അത് കാര്യത്തില്ല, നമ്മള് നോക്കാറില്ല ഇല്ലേ. ഞാൻ 35 ഇങ്ങനെ സുഖം പിടിച്ച് വരെയായിരുന്നു. അതാണ് ഞാൻ 35 കൊടുക്കണമെന്ന് ഞാൻ ഒരു രക്ഷയില്ല. ആ സാധനം വൈഡ് പോയി കഴിഞ്ഞാൽ പിന്നെ അവസാനം 85 മാത്രമല്ലേ ഉള്ളൂ. ഇനിയിപ്പോ ഫുൾ റേഞ്ച് ആയില്ലേ, നീ ലെൻസ് ഒന്നും വേണ്ട ഇനി. യെസ് ഗൈസ്, ഇതൊരു കിട്ടിലൻ ലെൻസാണ് ആക്ച്വലി. ഇത് ദിസ് ഈസ് ലൈക്ക്, അതായത് ഇത് ഫുൾ കവർ ചെയ്യും. 20 വൈഡ് തൊട്ട് ഒരു 105 വരെ സൂം ഇത് റേഞ്ച് വരുന്നുണ്ട്. പിന്നെ 2.8 ആണ്, കോൺസ്റ്റന്റ് ആയിട്ട് 2.8 F കിട്ടും. അപ്പം ഞാൻ പറയാം, പിന്നെ ഫാസ്റ്റും ആണല്ലേ, അടിപൊളി ഫാസ്റ്റ്. ഞാൻ പറയാം, നിങ്ങളൊരു ഫാഷൻ ഫോട്ടോഗ്രാഫി പരിപാടിയൊക്കെ പിടിക്കുന്ന ആളാണെങ്കിൽ ദിസ് ഇസ് ഡെഫിനറ്റ്ലി എ മുതൽക്കൂട്ട് എന്നാണ് പറയാനുള്ളത്. 5 പ്രൈം മാറി കിട്ടും. പ്രൈസ് എന്ന കാര്യം ചോദിക്കരുത്, കത്തിയാണ്. പക്ഷെ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് 24, 35, അതുപോലെ 50mm എല്ലാം സോർട്ട് ആകും ഒരൊറ്റ ലെൻസിൽ. അതുകൊണ്ടാണ് അതിന് ആ പ്രൈസ്. നമ്മൾ അത്രയും ഇൻവെസ്റ്റ് ചെയ്യുന്നതിനെക്കാട്ടും ഒരു ലെൻസിൽ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒരു പ്രൈം എടുക്കുക 50 അല്ലെങ്കിൽ 85 ഇല്ലേ. ഒരു 1.4 1.2 മസ്റ്റ് ആയിട്ടും പ്രൈം വെച്ചിരിക്കുക. അപ്പൊ നമ്മള് താങ്ക് യു സോ മച്ച് ഗൈസ്. ഈ ഒരു കാര്യം വളരെ ചെറിയ ടൈമിൽ ചെയ്തു തന്ന ഡോൺ ബ്രോയ്ക്കും എല്ലാ ബ്രോമാർക്കും താങ്ക് യു വി ട്രേഡേഴ്സ്. ഫ്രീ അല്ല ഗൈസ്, കാശ് കൊടുത്തിട്ടുണ്ട്. ഇനിയും സർപ്രൈസ്. ഓ മൈ ഗോഡ്, വി ഹാവ് കേക്ക് ഗൈസ്. ഇത് ഞാൻ അറിഞ്ഞില്ല. കമോൺ സനി, ഒരു കേക്ക് മുറിക്കാൻ. ഓ അതാ, കോൾ മീ ഹാപ്പി ബർത്ത്ഡേ, കോൾ മീ ഫ്ലാഷ്. എനിക്ക് നാളെയാണ് കേട്ടോ, നാളെയാണ് ബർത്ത്ഡേ. എന്തായാലും പൊളിച്ചടുക്കി ഗൈസ്. ക്യാമറ ജീവിതം വീണ്ടും തുടങ്ങിയത് ഫുൾ കിറ്റും റീസ്റ്റാർട്ട് ചെയ്തത് ഇവിടെ തന്നെ.
കത്തി വെച്ച് മുറി. അവിടെ ഒരു ക്യാൻഡിൽ ഉണ്ടെന്ന് വിചാരിക്കുക, എന്നിട്ട് ഊതുക. കഴിഞ്ഞ്. യെസ്, എന്റെ എല്ലാ ഐശ്വര്യത്തിനും കാരണം കോൾ മീ ഷസ, കോൾ മീ ഫ്ലാഷ്. കേട്ടോ, കുറച്ച് എന്റെ വായിൽ വെച്ചത് ട്രഡീഷൻ തെറ്റിയാണ്. നമ്മൾ മറ്റേ ടൺ ടൺ ടങ് ടൺ ടൺ ടങ്, അയ്യോ അത് ക്രിസ്മസ് ആയി പോയി. അല്ല, മറ്റേ ബർത്ത്ഡേ ഇത് ഇടണം. കേട്ടോ, നല്ല കേക്ക്. നിറത്തില് ശാലിനി കുഞ്ചാക്കോ ബോബനും. സനിയുടെ ബർത്ത്ഡേ നാളെയാണ്. നാളെ വലിയ പരിപാടീസ് ഒന്നുമില്ല, ജസ്റ്റ് വെരി സ്മോൾ ഫാമിലി ഗെറ്റ് ടുഗെദർസ്, തിങ്സ് ലൈക്ക് ദാറ്റ്, അത്രേ ഉള്ളൂ. അപ്പോൾ എന്തിനാണെങ്കിലും 24/105 നൈസായി നോട്. ഇപ്പൊ കഴിഞ്ഞ മാസം ഐ തിങ്ക് കുറച്ച് നാളായിട്ടുള്ളൂ ഈ ഒരു ലെൻസിൽ ഇറങ്ങിയിട്ട്. സോ യാ, ഗുഡ് ലെൻസ്. ഇതാണ് സാധനം ഗൈസ്. അതൊരു ഫോട്ടോഗ്രാഫറിന്റെ സന്തോഷമാണ് ഗൈസ്. ഇതിപ്പോ ആലോചിക്കും, ഇതൊക്കെ എന്തിനാ ഇതൊക്കെ കണ്ടിട്ട് സന്തോഷിക്കണേന്ന്. പക്ഷേ ഇതിനെപ്പറ്റി അറിയാവുന്നവർക്ക് അറിയാം അതെന്തൊരു വലിയ പോസിറ്റീവ് സാധനമാണെന്ന്. ഉദ്ഘാടനം പോവുകയാണ്. കണക്ട് ചെയ്യുന്നതോടെ അത് പഴയ ഒരു ലെൻസായി മാറി. ഇത്രയും വില കൊടുത്ത സാധനം പകുതി വിലയിലോട്ടാവും. കഴിഞ്ഞ് അതോടെ തീർന്നിരിക്കുകയാണ് ഗൈസ്. പകുതി വിലയായിരിക്കുകയാണ്. ഓ, എനിക്ക് വയ്യ. ഇനി സൂം ചെയ്ത് കുളിക്കടവിലൊക്കെ ഫോട്ടോ എടുക്കാം. അങ്ങനെ കൊള്ളാം കേട്ടോ. ഞാനൊന്ന് അതിന്റെ ബോഡി കാണിച്ചോട്ട്. ഇതാണ് സംഭവം. അല്ല, ഫാസ്റ്റ് ഫോക്കസിങ്. ഓ, പുള്ളി ഹാപ്പിയാണ് കേട്ടോ. അതെ, വെഡിങ് ഫോട്ടോഗ്രാഫേഴ്സ് ഓൾസോ പ്ലീസ്, ദിസ് ഈസ് എ ഇൻവെസ്റ്റ്മെന്റ്, ഗുഡ് ഇൻവെസ്റ്റ്മെന്റ്. അവർ പറയുന്നത് ഇതിന്റെ ബോഡിയിലെ കനം കുറവാണ്, പക്ഷെ അകത്തിരിക്കുന്ന ഗ്ലാസ് ആണ്. 10 ഗ്ലാസ്. എത്ര ഗ്ലാസ് ഉണ്ട്? ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഡേ സനിയുടെ ബർത്ത്ഡേ ഇന്ന് ട്രീറ്റിന് പോവാണ് നമ്മൾ. ഡിസ്ട്രിക്ട് 7 ഓൺകോർ അങ്ങോട്ടാണ് പോണത്. ഞാൻ സ്ഥലം മാത്രമേ ഉള്ളൂ, കുറച്ച് പേർക്ക് കൂടിയിരുന്ന് ബർത്ത്ഡേ ആഘോഷിക്കാൻ. നമ്മുടെ നിഹാൽ ബ്രോയും ഉണ്ട് കേട്ടോ. അതെന്താണ് അണ്ണന് ഇതട്ടെ കേക്കുകൾ, കുക്കീസ്, ഇനി എന്തൊക്കെ കിട്ടാൻ കിടക്കുന്നു. ഓരോരോ ബർത്ത്ഡേ. എനിക്കും ഉണ്ടായിരുന്ന ഒരു ബർത്ത്ഡേ ശോകമായിരുന്നു. അല്ല, എൻ്റെ നല്ലായിരുന്നു. കാർത്തിക്കൊക്കെ വന്നത്, സോറി ഞാൻ മറന്നുപോയി. നൈസ് ബർത്ത്ഡേ. ബട്ട് ലെറ്റ്സ് ഗോ. ഗോയിസ് നമ്മൾ എത്തിയിരിക്കുകയാണ്. ഗോയിസ് ഡിസ്ട്രിക്ട് 7 എത്തിയിരിക്കുകയാണ്. ഇരുണ്ട്. അപ്പോൾ നമ്മളെന്തായാലും ഇവിടെ നിന്നാണ് നമ്മളൊന്ന് ഫുഡടി. സനിയുടെ കുറച്ച് ഫ്രണ്ട്സ് വരുന്നു. എന്തായും അങ്ങനെ നമ്മളെല്ലാവരും മടമടാന്ന് ഫുഡടിക്കുന്നു, കേക്ക് കട്ട് ചെയ്യുന്നു. അത്രയൊക്കെ ഉള്ളൂ ഗൈസ്. സുഹി ബോയ് വന്നിരിക്കുകയാണ്. കണ്ട, അവന് മാത്രമേ നിന്നോട് സ്നേഹമുള്ളൂ. നേരത്തെ വന്നിട്ടുണ്ടോ? 2 മണിയോ 7 മണിക്കോ? ഏകദേശം 20 മിനിറ്റ് അവൻ പോസ്റ്റ് ഓഫ് ദി ഇന്ത്യ ആയിരുന്നു ഗൈസ്. ഇതാണ് നമ്മുടെ ഫേവറേറ്റ് റെസ്റ്റോറൻറ്റ്, ഓൺകോർ ബൈ എന്തായിരുന്നു? ഡിസ്ട്രിക്ട് 7. യെസ്, ഞാൻ എപ്പോഴും വന്ന് ഫുഡ് അടിക്കുന്ന സ്ഥലം ഇതാണ്. നല്ല കൊറിയൻ ഫ്രൈഡ് ചിക്കനും, അത് മാത്രമാണ് നമ്മൾ ഇവിടെ നിന്ന് കഴിക്കുന്നത്. സോ പാസ്ത അലിയോ ഗിലിയോ എന്തായിരുന്നു? അലിയോ ആ സാധനം ബീഫ് പൊളപ്പൻ ടേസ്റ്റ് കേട്ടോ. അപ്പോൾ അത് കഴിക്കാനാണ് നമ്മൾ ഇന്ന് ഇവിടെ വന്നിരിക്കുന്നത്. ബാക്കിയുള്ള തെണ്ടികളൊക്കെ വളരെ കൃത്യനിഷ്ഠയായ ആൾക്കാരായതുകൊണ്ട് ആരും വന്നിട്ടില്ല. ആകെ വേറെ മാത്രമാണ് വന്നിരിക്കുന്നത്. ബാക്കി നമുക്ക് വരുന്ന അനുസരിച്ച് കാണിച്ചു തരാം. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, ഇതാണ് നമ്മുടെ കൊറിയൻ ഫ്രൈഡ് ചിക്കൻ. കിട്ടില്ല സാധനമാണ് കേട്ടോ. കഴിച്ചിട്ടില്ലാത്തവർ മസ്റ്റായിട്ടും കഴിക്കുക. വെയിറ്റ് ചെയ്തിരിക്കുന്നുണ്ടോ 2 പേര്? എല്ലാവരും അവിടെ വെയിറ്റ് ചെയ്തിരിക്കുന്നു. അവൻ കൊച്ചിനെ നോക്കിക്കൊണ്ടിരിക്കണം. അതാണ് അവൻ ആ ഒരു ക്യൂട്ട് ഫേസ് തന്നത്. എന്താണെങ്കിലും സോറി ടു നോട്ട് ടൈം ടു വേസ്റ്റ്. ഒന്നോ വന്ന് ഡോക്ടർ പശുപതി. അതെ ശരണ്യ, ഹായ്. ബർത്ത്ഡേ ബോയിനെ കാണാൻ വന്നതാണ്. മൈ ഗാഡ്, ഔട്ട്ഫിറ്റ് ഓഫ് ദ ഡേ ഒക്കെ കണ്ടോ ഗൈസ്? ശരണ്യരെ പറഞ്ഞു ഡോക്ടർ പശുപതി. ഹവാ എടാ, കൃത്യനിഷ്ഠ ഉണ്ടാണ് നിനക്ക്. 8:15 ഗൈസ്, 8:20 സമയം. 8:20. ഡോക്ടർ സോനു ലേറ്റായി. നല്ല ട്രാഫിക്. അതെ. സനിക്ക് ശരണ്യ ഗിഫ്റ്റ് കൊടുത്തതാണ്, ഞാൻ ദൂരം നിന്ന് എടുത്തത് കേട്ടോ. ഒന്നുമില്ല, പെർഫ്യൂമാണ്, വേറെ ഒന്നുമല്ല. അത് എനിക്കറിയാം. ഓ, അതാണ് പെർഫ്യൂം. മറ്റേന്ന് തോന്നുന്നു
എന്തരോ ആണ്, പെർഫ്യൂമാണ് എന്തായാലും മില്യൻ, മറ്റേ പാക്കോ റബാനേര. ഇത് അയ്യ പറഞ്ഞാണ്ട അയ്യ, നിനക്ക് ഒന്നുമില്ലടോ. പക്ഷെ നിനക്ക് അറിഞ്ഞിടാത്തൊരു സാധനം ഉണ്ടടാ. അത് എന്തെങ്കിലും ഞാൻ നിനക്ക് പറഞ്ഞുതരാം. നീ കരയും ചിലപ്പോൾ അത് കേൾക്കുമ്പോൾ. സനി ഒരു സാധനം ചെയ്തു, സോനുവിനെതിരെ. അയ്യോ ഞാൻ പാക്കോ റബാന വെച്ചാൽ, പക്ഷെ YSL ആണ് കിട്ടിയത് കേട്ടോ. എന്തിനാണ് സ്പ്രേ ആണെന്ന് എനിക്കറിയാം ഗൈസ്. അത് സോനു അടിച്ചു മാറ്റിയിരിക്കുകയാണ്. ഇതെന്തോന്നു? ഓ, കാർത്തിക് സൂര്യ ഗിഫ്റ്റ് കൊടുത്തിരിക്കുകയാണ് ഗൈസ്. ഓ, എനിക്ക് മൈ ബോയ് കാർത്തി. കാർത്തി നീ കാണാണെങ്കിൽ താങ്ക്സ് പറഞ്ഞേട്ടാ. വ്ളോഗിൽ കാണാം. പക്ഷെ അത് ഞാൻ ഞെട്ടിയ. ഓ, കാർത്തിക് സൂര്യ വീഡിയോ കോൾ അല്ല ഫോൺ കോൾ ചെയ്യാൻ പോവുകയാണ് ഗൈസ്. ഫോണിൽ സല്ലപിക്കുന്ന നീ കൂടെ വേണമായിരുന്നു. അവ അറിഞ്ഞില്ലായിരുന്നു നീ? അയ്യോ, പിന്നെ അണ്ണനെ ബർത്ത്ഡേ വാർത്തിരിക്കാല്ലേ അവന് പണിയില്ല. ഞാൻ വെച്ചാൽ എല്ലാവരും പറഞ്ഞാണോ, ഞാൻ അതാണ് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരുന്നത്. സർപ്രൈസ് ചെയ്ത് നിങ്ങളൊക്കെ വരുമെന്ന് വിചാരിച്ചിട്ട് ആരും വന്നില്ലടാ. ഞാൻ എല്ലാരും അങ്ങോട്ട് വിളിച്ച് എന്റെ പാർട്ടിക്ക് വിളിച്ച് വരുത്തുന്നതായിരുന്നു. അതാണ് അതിന്റെ ഒരു വെറൈറ്റി. അങ്ങനെ സോനു അവിടെ ആർക്കോ അഡ്രസ് ഒക്കെ പറഞ്ഞു. അതെനിക്ക് മനസ്സിലായി. ഇവൻ ഇവിടെ വന്നപ്പോഴേ മനസ്സിലാക്കണ്ടേ എന്തെങ്കിലും സ്പെഷ്യാലിറ്റി കാണുമെന്നുള്ളത്. ഞാൻ അപ്പോഴേ പറഞ്ഞു അവനെ അറിഞ്ഞൂടാന്ന്. ഞാൻ സത്യം പറഞ്ഞ അങ്ങനെ ഒന്നല്ല, പിന്നെ ഞാൻ അങ്ങനെ ആക്കി. യമണ്ടൻ ഗിഫ്റ്റ് വാങ്ങിച്ചു തന്നെ നീ കണ്ടായിരുന്നോ? ഓ, അത് ഷൂട്ട് സെറ്റ് ചെയ്തോണേ. 2.8 ലെൻസ്. ബർത്ത്ഡേ പോലെ ഗിഫ്റ്റ് തട്ടിയെടുക്കുന്ന ഡോക്ടർ സോനു. പ്രാഡ YSL. ഭ്രാന്തനായ സനിക്ക് ഇത് എവിടെയാണ്? പുറത്തിന്റെ അതാണല്ലേ? ഇത് അടുത്ത ഗസ്റ്റ് വന്നിരിക്കുകയാണ് നമ്മുടെ നെയ്ബേഴ്സ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, അകത്ത് ആൾക്കാർ വെയിറ്റിംഗ് ആണ്. നമ്മൾ അവരെ വെറുപ്പിക്കരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. എന്നിട്ട് ഗൈസ് സുഖമാണോ ഗൈസ്? ഞാൻ അനുഭവിച്ചില്ല, ഞാൻ ജസ്റ്റ് മിസ്. എനിക്കറിയാം, എനിക്ക് അവിടെ നിന്ന് വെതർ റിപ്പോർട്ട് കിട്ടി, ഞാൻ മുങ്ങി. നിങ്ങൾ എന്താ പ്ലാൻ ചെയ്ത് വന്നേക്കണ? ഒരാള് പച്ച, അകത്ത് പച്ച, ഇവിടെ ഒരാള് പച്ച. കപ്പിൾ ഗോൾസ്. അവിടെ എന്താ വലിയ ഡിസ്കഷൻ നടക്കുകയാണ് ഷൂട്ടിനെ പറ്റിയൊക്കെ. എന്തായാലും കൊള്ളാം, ഇട്ടാ മതി. കേക്ക് വന്നു. ഇതാരാ കേക്ക്? സോനു ഇതാരാ കേക്ക്? മറ്റേ കേക്ക് അകത്തുണ്ട്. ഇത് ഡിസ്ട്രിക്ട് കേക്കാ? ഇതേത് കൊച്ചിന്റെ ബർത്ത്ഡേ? ഇതേത് കൊച്ചിന്റെ കേക്കട ഇത്? അടി മഹാഭാവി, എന്തോ നടി ഇത്? ഇതെന്തൊരു ബി ബബിൾ ബിയാ? സെറ്റ് സനി അടിപൊളി കേക്ക്. അതായിരിക്കും. ഹൗസ് വിത്ത് ഹിസ് വൈഫ് സ്നേഹ. ഹായ് ഗൈസ്. ഭയങ്കര സമയം, ഇവൻ കുളിക്കാനും മേക്കപ്പ് ഇടാനുള്ള സമയമാണ് ഈ അടുത്ത്. എന്തായാലും ഗംഭീര കേക്കാണ് ദിയ പോർച്ചുഗലിൽ നിന്നും അറേഞ്ച് ചെയ്തത്. സനിയുടെ ക്യാപ്പ് പോലെ ഉണ്ടല്ലേ? ഇവിടെ എല്ലാവരും എന്താ പ്ലാൻ ചെയ്ത് നിൽക്കണം. ഇതും പച്ച 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 പച്ച. ഇവിടെ വല്ല ഡ്രസ് കോഡ് ഉണ്ടായിരുന്നു ഞാൻ അറിയാത്ത. നമ്മൾ അറിഞ്ഞുകൂടാത്തൊരു ഡ്രസ് കോഡ് ഇവിടെ ഉണ്ടായിരുന്നു ഗൈസ്. പച്ചയായിരുന്നു കപ്പിൾസിന്. നമ്മളൊക്കെ വെട്ടിക്കോ വെട്ടിക്കോ വെട്ടിക്കോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഗംഭീര ഗംഭീര. ഇവിടെ 2 കേക്കടായി. എന്റെ ബർത്ത്ഡേക്ക് ഒരു കപ്പ് കേക്ക് പോലും ഇല്ലായിരുന്നു. എല്ലാരും ക്യാമറ ടെസ്റ്റിങ്. ആ സനി മിക്കവാറും ഇപ്പൊ ഷുഗർ റഷ് അടിച്ച് ഇവിടെ കിടന്ന് ഓടി കിടക്കണാണ്. ഡോക്ടറെ കൊണ്ട് കുഴപ്പമില്ല. നമുക്കപ്പോ കേക്ക് കഴിച്ചിട്ട് വരാം, ഫുഡും കഴിച്ചിട്ട് വരാം. ബൈ. ആവശ്യം കണ്ടല്ലേ? ആവശ്യം സത്യല്ലേ? നീ ഒരുമിച്ച്, നിങ്ങൾ ഒരുമിച്ചാണോ? ആണോ? എനിക്ക് ഒന്നും കൂടെ കാണണമെന്നുണ്ട്. ഇവര് മറ്റേ കണ്ടില്ല വർഷങ്ങൾക്ക് ശേഷം.
യെസ്. ഓ വെരി ബാഡ്. ഇവിടെ ലിസ്റ്റ് റിവ്യൂ ആണ് കേട്ടാ. എടാ ഗില്ലി ആവേശം ഫുള്ളാണ്. പിന്നെ പറയൂ വിശേഷങ്ങൾ. എന്ത് വിശേഷടാ? അയ്യോ അവിടെ അറിഞ്ഞില്ലേ വെള്ളപ്പൊക്കം. ഞാൻ ജസ്റ്റ് മിസ്. എടാ ഗില്ലി ഇറങ്ങി. ഗില്ലി വിജയുടെ ഗില്ലി ഇല്ലേ, റിലീസ്. സനി 2 കയ്യിലൊക്കെ കേക്ക് അല്ല, ഒരു കയ്യിൽ ടിഷ്യൂ ആണ്. സോറി. എല്ലാരും കേക്കിൽ മുഴുകിയിരിക്കുകയാണ് ഗൈസ്. എന്താണ് ഉദ്ദേശം? ഗൈസ് നല്ല സാധനമാണ്. ദിസ് ഈസ് വൺ ഓഫ് ദ നൈസ് തിങ്. കൊക്കക്കോളയെ മുക്കിയ ബിസ്ക്കറ്റ് അല്ല ബ്രിസ്ക്കറ്റ് ആണ് അവൻ കഴിച്ചത്. എങ്ങനെയുണ്ടായി കൊക്കക്കോള ബ്രിസ്ക്കറ്റ്? ബട്ട് ഗൈസ് ഹൈലൈറ്റ് ഓഫ് ദ ഷോ ഇസ് ടർക്കിഷ് ബീഫ്. അതെ, അത് ഓർഡർ ചെയ്ത അവനാണ്. കിട്ടില്ല, ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ ബർത്ത്ഡേ ഒക്കെ കഴിഞ്ഞ് എല്ലാവരും വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. സെൽഫി വീഡിയോ, സെൽഫി ഫോട്ടോ മാറി സെൽഫി വീഡിയോ ആയി. വി ആർ ഗോയിങ് ബാക്ക് ഹോം. പോയിട്ട് കിടന്ന് ഉറങ്ങുക. സോ ഇന്നത്തെ ഡേ എൻഡ് ഹിയർ. വേറെ പരിപാടി ഒന്നുമില്ല. നാളെ ഞായറാഴ്ച ഒരു സ്പെഷ്യൽ ഡേ ആണ് എനിക്ക്, പക്ഷേ നിങ്ങൾക്കല്ല. സോ ഇപ്പം എത്രയേ ഉള്ളൂ. സൈനിങ് ഓഫ്. ബൈ.